ഭരണകൂടം തടവിലാക്കുകയും രാജ്യാന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് റോമിലേക്ക് നാടുകടത്തുകയും ചെയ്ത ബിഷപ്പിനൊപ്പം പ്രവർത്തിച്ചു എന്ന കുറ്റം ചുമത്തി 3 പേരെ തടവിലാക്കിയതായി റിപ്പോർട്ടുകൾ. നിക്കരാഗ്വയിലെ ഡാനിയൽ ഒർട്ടേഗ ഭരണകൂടമാണ് ബിഷപ്പ് റോളണ്ടോ അൽവാരസുമായി സഹകരിച്ചു പ്രവർത്തിച്ചതിന് 2 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക വിശ്വാസിയാണെന്നതും കാരിത്താസിൽ ജോലി ചെയ്തു എന്നതുമാണ് സ്ത്രീക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം. 6 വർഷത്തേക്കാണ് അവരെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. മറ്റു 2 പേരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. 24 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ബിഷപ്പ് റോളണ്ടോ അൽവാരസിനെയും കൂടെയുണ്ടായിരുന്ന 18 വൈദികരെയും ഇക്കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ മോചിപ്പിച്ചത്. ചൈനയിലെ ഷെങ്ഷു രൂപതയുടെ ബിഷപ്പായി തദ്യൂസ് വാങ് യുഷെങ്ങിനെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ 70 വർഷമായി ബിഷപ്പില്ലാതെ ഒഴിഞ്ഞുകിടന്ന രൂപതയാണ് ഇത്. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള താൽക്കാലിക ഉടമ്പടിക്ക് അനുസൃതമായി ഡിസംബർ 16-ന് ബിഷപ്പിനെ നിയമിച്ചെങ്കിലും കഴിഞ്ഞ ദിനമാണ് ഔദ്യോഗികമായി ഈ നിയമനം സ്ഥിരീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളിലൊന്നായ വേൾഡ് വിഷൻ ഇന്ത്യയെ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിൽ നിന്നും നിരോധിച്ച് സർക്കാർ. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനുള്ള തങ്ങളുടെ രജിസ്ട്രേഷൻ ഫെഡറൽ സർക്കാർ റദ്ദാക്കിയെന്ന് NGOയുമായി ബന്ധമുള്ള പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ധനസഹായത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് നിരോധനം രാജ്യത്തിലുള്ള ഒരു ഏജൻസിയുടെ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് സന്നദ്ധ സംഘടനയുടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്കർക്ക് പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുന്ന ആപ്പ് വികസിപ്പിച്ചതായി കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ CCBI അറിയിച്ചു. സഭാസേവനങ്ങൾ ആക്സസ് ചെയ്യാനും വിവിധ ഇടവകകളുമായും CCBIയുടെ 132 രൂപതകളുമായി ബന്ധം വളർത്തിയെടുക്കാനും അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാത്തലിക് കണക്ട് ആപ്പ് എന്ന പേരിൽ ആപ്പ് വികസിപ്പിച്ചതെന്ന് CCBI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ സ്റ്റീഫൻ ആലത്തറ പറഞ്ഞു. ഇറാഖിന്റെ തെക്കൻ പ്രദേശമായ ബസ്രയിൽ ആദ്യകാലം മുതൽ പാർത്തിരുന്ന ക്രൈസ്തവർ കൂട്ടത്തോടെ പലായനം നടത്തുന്നതായി റിപ്പോർട്ട്. 80% വരുന്ന അസീറിയൻ കൽദായ സുറിയാനി ക്രൈസ്തവരുടെ കുടിയേറ്റം കുർദിസ്ഥാൻ പ്രദേശത്തേക്കോ വിദേശത്തേക്കോ ആയാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്രമാതീതമായ കുടിയേറ്റം അവിടുത്തെ ഭൂരിപക്ഷം ദേവാലയങ്ങളും ശൂന്യമാക്കിയെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ട ദേവാലയം 15 വർഷത്തിനു ശേഷം പുനർനിർമ്മിക്കാനൊരുങ്ങി ഇന്തോനേഷ്യയിലെ കത്തോലിക്ക രൂപത. വെസ്റ്റ് ബെന്തോങ് റീജൻസിയിലെ പതലരാങ് ഉപജില്ലയിലുള്ള സെന്റ് ബെനഡിക്ട് ദേവാലയത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ബിഷപ്പ് അന്റോണിയസ് സുബിയാൻഡോ ബെഞ്ചമിൻ തറക്കല്ലിടീലിന് നേതൃത്വം നൽകി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.